അതാണോ ശ്രീ സി ബി സത്യൻ തടസ്സമായിരിക്കുന്നത് ഹൈക്കമാൻഡിന് മുന്നിൽ? എങ്ങാനും കെ സി വേണുഗോപാലിനെയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഘടകകക്ഷികൾ ഉൾപ്പെടെ എതിർപ്പറിയിക്കുമെന്ന രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടോ ഹൈക്കമാൻഡിന്? അതായിരിക്കുമോ ഇങ്ങനെ വൈകാൻ കാരണം? മഞ്ജുഷ, ഇതിനകത്ത് ഘടകകക്ഷികളുടെ അഭിപ്രായം ഒരു വലിയ സിഗ്നിഫിക്കന്റ് ഫാക്ടറായിട്ട് നിലവിലെ അവസ്ഥയിൽ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ കോൺഗ്രസിന് കിട്ടുന്ന ഒരു മൃഗീയ ഭൂരിപക്ഷമുണ്ട്. ഈ മൃഗീയ ഭൂരിപക്ഷം 63 അംഗങ്ങളുണ്ട്. അതിന്റെ കൂടെ 3 സ്വതന്ത്ര അംഗങ്ങളുണ്ട്. 66 പിന്നീട് ഈ പറഞ്ഞ ഒറ്റ പാർട്ടികൾ മാണി സി കാപ്പൻ, കെ രമ, അനൂപ് ജേക്കബ്, പിന്നെ CP ജോൺ, ഇത്രയും പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷമായി. ഈവൻ RSPയോ അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയോ കൂടെ കൂട്ടാതെ തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിന് അതോടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ ഘടകകക്ഷികളുടെ അഭിപ്രായം തീർച്ചയായും ഒരു ജനാധിപത്യ രീതിയിൽ അവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കുമെങ്കിലും അവരുടെ അഭിപ്രായം ഒരു ഡിസൈഡിങ് ഫാക്ടർ ആയിരിക്കില്ല ഇതിനകത്ത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് കൃത്യമായ ഒരു പക്ഷം പിടിച്ചുള്ള ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പൊ ആ പക്ഷം പിടിച്ചുള്ള പ്രവർത്തനം നടത്തുമ്പം ഹൈക്കമാൻഡ് അതിലും ആശങ്കകളുണ്ട്. കാരണം ഇപ്പൊ VD സതീശനെ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് വളരെ ഓപ്പൺ ആയിട്ട് ഒരു പിച്ചിങ് നടത്തുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശന് ഭരണപരിചയം കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടി ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് ഈ ഭരണം ഹൈജാക്ക് ചെയ്തേക്കുമോ എന്ന് പറയുന്ന ഒരു ഭയം ചിലപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കോൺഗ്രസ്സുകാർക്കുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളൊരു ഭയം അവിടെ നിലനിൽക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഘടകകക്ഷികളുടെ അഭിപ്രായത്തിന് വലുതായിട്ട് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമെന്ന് എനിക്ക് തൽക്കാലം തോന്നുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ലാർജർ കൺസെൻസസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. അതായത് ഹൈക്കമാൻഡ് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകണം ഇതിനകം തന്നെ. ആ ഹൈക്കമാൻഡിന് കൃത്യമായ ഒരു തീരുമാനം ഇല്ലെങ്കിൽ KC വേണുഗോപാൽ, സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നിൽക്കുന്ന KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെയുള്ളൊരു ഒരു രംഗമൊരുക്കില്ല. അപ്പൊ അങ്ങനെ രംഗം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് അനുഗ്രഹാശിസുകളുണ്ട്. പക്ഷെ അതൊരു പ്രശ്നമായി വന്ന സ്ഥിതിക്ക് ഹൈക്കമാൻഡ് അതിന്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസും പഠിക്കുകയാണ്. അപ്പം അതായത് ഇത് ഹൈക്കമാൻഡ് അടിച്ചേൽപ്പിച്ച ഒരു തീരുമാനമല്ല, മറിച്ച് വ്യാപകമായിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ എടുത്ത് എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരെയും കേട്ട് അതിനുശേഷം ഞങ്ങളുടെ അഭിപ്രായം പറയുകയാണ് എന്ന് പറഞ്ഞ ഒരു ജനകീയ അഭിപ്രായമായിട്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ എല്ലാ ഉന്നത നേതാക്കളെയും വിളിച്ച് അവരുമായിട്ടെല്ലാം സംസാരിച്ച് അവരുടെ എല്ലാ അഭിപ്രായം ഉൾക്കൊണ്ട് മുന്നോട്ട് വെക്കുന്ന ഒരു തീരുമാനമായിട്ടാക്കാനുള്ള ശ്രമമാണ് ഒന്നാമത്തത്. രണ്ടാമത്തതെന്ന് പറയുന്നത് അവര് ടൈം ബൈ ചെയ്യുകയാണ്. കാരണം നിലവിൽ തെരുവിൽ വരെ എത്തിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രശ്നം. അപ്പൊ അത് നീ ഫർദർ അഗ്രവേറ്റ് ചെയ്യാതിരിക്കാനും അതിനോടൊപ്പം തന്നെ ഈ നിലവിലുള്ള സംഭവഗതികളെ ഒന്ന് തണുപ്പിക്കാനുമായിട്ട് അപ്പൊ അതിന് ടൈം ബൈ ചെയ്യുകയാണ്. കുറെ അത്യാവശ്യം തണുപ്പിച്ച് ഒരു ലെവലാക്കിയ ശേഷം മാത്രം ഇതിനെ മുന്നോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിനകത്തുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവര് പ്രധാനപ്പെട്ട റിസ്ക് ആയിട്ട് കാണുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ആലപ്പുഴ ലോക്സഭാ സീറ്റായിരിക്കും. കാരണം 2.5 വർഷം ഇനി 3 വർഷം ബാക്കിയുണ്ട്. ഈ 3 വർഷം ബാക്കിയുള്ള ഇപ്പൊ കോൺഗ്രസിൽ ഉയർന്നിരിക്കുന്ന ഒരു ജനകീയ രോഷത്തിന്റെയും ഘടകകക്ഷികളുടെ ഒരു നിസ്സഹകരണത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ആലപ്പുഴ സീറ്റ് KC വിട്ടൊഴിഞ്ഞ് നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴ ലോക്സഭാ സീറ്റ് റീറ്റെയിൻ ചെയ്യുക എന്നത് വളരെ പ്രയാസമായിരിക്കും. അങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. കാരണം ഒരു വലിയ പരിഹാസപാത്രമായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് മാറുകയും KC വേണുഗോപാലിന് പേഴ്സണലി അതൊരു വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. കാരണം സ്വന്തം അധികാരമോഹത്തിന് വേണ്ടിയിട്ട് ഒരു ലോക്സഭാ സീറ്റ് വെറുതെ കളഞ്ഞു എന്ന് പറയുന്ന ഒരു പഴി കേൾക്കേണ്ട അവസ്ഥയിലും വരും. അപ്പൊ ഈ ഒരു ഏരിയ ആയിരിക്കും എനിക്ക് തോന്നുന്നു നിലവില് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിശക്തമായി പരിശോധിക്കുന്ന ഒരു ഏരിയ. കാരണം ഒരു കാരണം 100 ലോക്സഭാ സീറ്റുകളാണ് അവർക്ക് സ്വതന്ത്രനും കൂടെ ചേർന്ന പശ്ചാത്തലത്തിൽ അതിനകത്തുനിന്ന് ഒരു ലോക്സഭാ സീറ്റ് പോയി വീണ്ടും 2 അക്കത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മണ്ടത്തരമാണ്, ആത്മഹത്യാപരമാണ്. അപ്പൊ അതൊന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു സിറ്റിംഗ് സീറ്റ് ഒരു കാര്യവുമില്ലാതെ കൊണ്ട് കളഞ്ഞു എന്ന പഴി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിലവിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ആ ആലപ്പുഴ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ 4,50,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വോട്ടുകളാണ് KC വേണുഗോപാലിന് കിട്ടിയത്. 3,43,000 വോട്ട് ആരിഫിന് കിട്ടി. ശോഭാ സുരേന്ദ്രന് 2,99,000 വോട്ട് ലഭിച്ചു. അതായത് 1,05,000 വോട്ടിന്റെ വ്യത്യാസമാണ് BJPയും ഈ പറഞ്ഞ KC വേണുഗോപാലും തമ്മിലുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന് ആ ഒരു തരംഗത്തിൽ കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. പിന്നെ രണ്ടാമത്തത് KCയെ പോലെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി നിന്നതിന്റെ മെച്ചം കൂടി ആ വോട്ടിങ്ങിലുണ്ടായി. അപ്പം നമ്മൾ അടുത്ത് കൊണ്ടു നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് KCയുടെ അത്രയും വ്യക്തിപ്രഭാവമില്ലെങ്കിൽ ആ വ്യക്തിപ്രഭാവത്തിന്റെ വോട്ട് ഡയറക്റ്റ് ആയിട്ട് മൈനസ് ആയി പോകും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പുകളുടെ നിസ്സഹകരണം മൂലവും മറ്റും വീണ്ടും പ്രശ്നം വരാം.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. അവിടുത്തെ ഒരു പരാജയം ഒരു വലിയ പ്രശ്നമാകും കോൺഗ്രസിനെ സംബന്ധിച്ച്. എന്ന് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും സമാനമായ ആവശ്യങ്ങളും സംഭവങ്ങളൊക്കെ ഉയരുകയും ചെയ്യും. പക്ഷെ അതേസമയം തന്നെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് തുടരുന്ന ശ്രീ KC വേണുഗോപാലിന് മാന്യമായൊരു എക്സിറ്റ് കൊടുക്കാൻ ഹൈക്കമാൻഡിനുള്ള ഏറ്റവും നല്ല അവസരം കൂടിയാണിത്. കാരണം നിലവിൽ അദ്ദേഹത്തിന് എക്സിറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനെ കേരള മുഖ്യമന്ത്രിയായിട്ട് അയക്കുമ്പോൾ അതൊരു മാന്യമായ ഒരു വിടവാങ്ങലാണ്. അപ്പൊ അതിന്റെ സാധ്യത കൂടെ അവര് പരിഗണിക്കുന്നുണ്ടാവും. അതാണ് അവരുടെ മനസ്സിലെന്നാണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ റിസ്ക് ഫാക്ടറൂടെ പരിഗണിച്ചാൽ ചിലപ്പം ഈ പറഞ്ഞതുപോലെ KCയുടെ കേരളത്തിലേക്കുള്ള തിരിച്ചുവരവ് ചിലപ്പോൾ 2-2.5 വർഷം കൂടെ വൈകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ശരി ശരി സിബി, ഇപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.